എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെസിപ്പിയെ പറ്റിയല്ല നമുക്ക് പറയാനുള്ളത്. ഞാൻ ഒരു തീർത്ഥയാത്ര നടത്തിയിരുന്നു, കാശിയിലേക്ക് പോയിരുന്നു. കാശിയിൽ പോയിട്ട് അവിടെ ചെന്ന് ബലിയിട്ട കഥകളും അവിടെ കാശിനാഥനെ പോയി തൊഴുതതും പിന്നെ അവിടെ കുറേ ക്ഷേത്രങ്ങൾ ഞാൻ സന്ദർശിച്ചു. അതായത് പാതാള ഹനുമാൻ ഉണ്ടായിരുന്നു, സങ്കടമോചന ഹനുമാൻ ഉണ്ടായിരുന്നു. കാശി നാഥനെ കണ്ടാൽ കാലഭൈരവനെ കാണണമെന്നാണ്. അപ്പോൾ അവിടെയും പോയി. പിന്നെ നമ്മുടെ എന്താണ് ആനന്ദ് ഭവൻ, നെഹ്റു ഉണ്ടായിരുന്ന അത്, പിന്നെ പുതിയ അയോധ്യ, ഞാൻ പഴയ അയോധ്യയിൽ പോയിട്ടുണ്ടായിരുന്നു, പുതിയ അയോധ്യയിൽ പോയി. പിന്നെ ഗയ, പിന്നെ ബുദ്ധഗയ, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വന്ന കഥയാണ് ഞാൻ പറയുന്നത്. അത് കുറച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടെന്ന് തോന്നുന്നു. അതിനിടയിൽ കൂടെ അവിടുത്തെ ചില ഭക്ഷണം കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കാണാമല്ലേ. ഇത് ഞാനൊരു കുറച്ച് നീളമുള്ളതാണ്. അപ്പോൾ ഞാനൊരു 2-3 ഭാഗമായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് കാശി യാത്രയെക്കുറിച്ചൊക്കെ കാണാം. ചെന്നൈയിൽ നിന്ന് നമ്മൾ AC ട്രെയിനായിരുന്നു. അതിൽ കയറിയിട്ട് നമ്മൾ നേരെ ഇറങ്ങി അലഹാബാദിൽ ഇറങ്ങി. അവിടെ നിന്ന് അവരപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ടെമ്പോ പോലത്തെ ഒരു വണ്ടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കയറി നമ്മൾ നേരെ ഒരു റൂമിലോട്ട് ചെന്നു. പിന്നെ അവിടെ നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് രാവിലെ കപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ത്രിവേണി സംഗമത്തിലേക്ക് ബോട്ടിലോട്ടാണ് യാത്ര ചെയ്തത്. ആ ബോട്ട് യാത്രയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഗംഗയിൽ നിന്ന് നമ്മളവിടെ വെള്ളത്തിലൊന്ന് ഇറങ്ങി കുളിച്ചൊന്നുമില്ല. നമ്മൾ വെറുതെ ഒന്ന് ആ വെള്ളത്തിൽ കൂടെയൊക്കെ ഒന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, ഒന്ന് നനച്ചു. അത് വളരെ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ അവിടെ ഒന്ന് വെറുതെ കുളിച്ചില്ല, വെറുതെ നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോരുന്നത്. കാരണം കാശിയിലാണ് ബലിയൊക്കെ ഇടുന്നത്. അപ്പോൾ ഇത് കാശിയിലല്ല, അതിൻ്റെ ആ ഭാഗത്തായിട്ട് തന്നെയാണ്. നമ്മളവിടെ നിന്ന് കറങ്ങിയപ്പോൾ അവിടെ ബോട്ടുകൾ ഇങ്ങനെ കിടക്കുകയാണ്, യാത്രക്കാർക്കായിട്ട് കിടക്കുന്നു അവിടെ. ആ ബോട്ടിൽ എല്ലാവർക്കും ബോട്ടിലല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചൊക്കെ ഇറങ്ങേണ്ടി വരും. കാരണം അവിടെ ആ ബോട്ട് കിടക്കുന്നതിൻ്റെ അടുത്ത് നല്ല മണലൊക്കെയാണ്. അപ്പോൾ നമ്മളൊന്ന് പിടിച്ച്, പിന്നെ നമുക്ക് നന്നായിട്ട് ബോട്ടിൽ കയറി പരിചയമുള്ളവർക്കാണ് ഈസി ആയിട്ട്. അവർ ഹെൽപ്പ് ചെയ്യും, നമ്മളെ കൈ പിടിച്ച് വലിച്ചങ്ങോട്ട് കയറ്റി വിടും. പിന്നെ കുഴപ്പമില്ല, വലിയ ഇളക്കമൊന്നുമില്ല. കാരണം അധികം വെള്ളം ഇല്ലായിരുന്നു ആ സമയത്ത്. കുറേ നടുക്കൊക്കെ ചെല്ലുമ്പോൾ വെള്ളം ഉണ്ടായിരിക്കും, പക്ഷേ നമ്മൾ വളരെ നല്ല യാത്രയായിരുന്നു. നമുക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പിന്നെ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റൊക്കെ തരും അവർ. അതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത്. ബോട്ടിൽ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല രസമാണ് കാഴ്ചകൾ കാണാനായിട്ട്. ആ ബോട്ടിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനടുത്ത് നമ്മൾ അതിൻ്റെ തീരം, ഗംഗയുടെ ആ തീരത്ത് കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയൊക്കെയാണ് മറ്റേ ഈ ആരതിയൊക്കെ, ഗംഗ ആരതി രാത്രി നടത്തുന്നു, സന്ധ്യയ്ക്ക് നടത്തുന്ന അവിടെയാണ്. അതാണ് നമ്മളത് കാഴ്ചയാണ്. നമുക്ക് അവിടെ നിന്ന് ബോട്ടിലിരുന്നുള്ള കാഴ്ചയാണ് കേട്ടോ, നല്ല രസമാണ്. ഇത് ഗംഗാ തീരത്തുള്ള കാഴ്ച. നമ്മൾ ബോട്ടിൽ കൂടെ പോകുമ്പോൾ ഗംഗാ തീരത്തെ കാഴ്ചകളാണ്. നമ്മൾ ഗംഗാ തീരത്തുള്ള ആ യാത്രയെല്ലാം കഴിഞ്ഞ് തിരികെ വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടുത്തെ ഭക്ഷണം നല്ല ഭക്ഷണമാണ്, അവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ്. ഞങ്ങൾ പിന്നെ അക്ബറിൻ്റെ കൊട്ടാരത്തിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും അക്ബറിൻ്റെ കൊട്ടാരമാണ്. അവിടെ മുന്നിൽ കുറച്ച് ഈ സന്യാസി കാഷായ വേഷം ധരിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചെന്നിട്ട് ഞാൻ അകത്ത് കയറിയില്ലായിരുന്നു, കാരണം ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അകത്ത് കയറിയില്ല. ഞാൻ ആ ചുറ്റുമതിനകത്തിരുന്നേ ഉള്ളൂ, അവിടെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങളടുത്ത് പോയത് പാതാള ഹനുമാൻ ക്ഷേത്രത്തിലാണ്. നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അവിടെ നല്ല തിരക്കാണ്, പക്ഷെ നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റും. നമ്മൾ താഴോട്ട് സ്റ്റെപ്സാണ്. ആ സ്റ്റെപ്സ് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് തോന്നുന്നു ഇങ്ങനെ കിടക്കുന്ന പോലെയാണ് തോന്നുന്നത് കാണുമ്പോൾ. അത് ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു. അത് കാണേണ്ട കാഴ്ചയാണ് അവിടെ നമുക്ക് നന്നായിട്ട് ഞങ്ങൾ തൊഴുതു. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അതാണല്ലോ നമുക്ക് പറയേണ്ടത്. അത് പറഞ്ഞു. അവിടെ നിന്ന് തൊഴുതു. അവിടെ തന്നെ പിന്നെ ചെറിയ ചെറിയ ഉപദേവതകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇത് പിന്നെ നമ്മളെ നെഹ്റു വീടാണെന്ന് പറയുന്നു. അവിടെ ഇന്ദിരാഗാന്ധി ജനിച്ചത് അവിടെയാണെന്ന് പറയുന്നു. ആനന്ദ് ഭവൻ
എനിക്ക് അത്ര വലിയ വിവരം കിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി അകത്തൊക്കെ കണ്ടതിന് അകത്തോട്ട് കയറിയില്ല. അകത്തോട്ട് കയറുന്നതിന് വീണ്ടും നമ്മൾ ഒരു ഫീസ് ഉണ്ട് അതിന്. അപ്പോൾ അത് വേണ്ട, നമ്മൾ കണ്ടതാണല്ലോ അകത്തോട്ടൊക്കെ. അതിന് കണ്ടില്ല. പുറത്തു നിന്ന് ഒന്ന് വെറുതെ ആ ചുറ്റും ഒന്ന് കറങ്ങി വന്നേ ഉള്ളൂ. അടുത്ത ദിവസം നമ്മൾ കാശി ബലിതർപ്പണത്തിനായിട്ട് പോവുകയാണ്. അപ്പോൾ അതും അവിടെ നിന്ന് നമ്മൾ തന്നെ ആ തീരത്തു നിന്ന് തന്നെ പിന്നെ ഒരു ബോട്ടിലൊക്കെ മേടിച്ചു കേട്ടോ, ഗംഗാജലം എടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവിടെ നിന്നൊരു തോർത്തൊക്കെ മേടിച്ചു. എല്ലാം കൂടെ ഇവിടെ നിന്ന് ചുമന്നുകൊണ്ട് പോകണ്ടേ, അതുകൊണ്ട് മേടിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബലിയിടണമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ബോട്ടിൽ ത്രിവേണി സംഗമം നമ്മൾ അവിടെ പോവുകയാണ്. ബോട്ടിൽ പോയിട്ട് ബലിയിടാൻ വേണ്ടി പോവുകയാണ്. ബോട്ട് തീരത്തോട്ട് അടുത്തു നമ്മളിനി ഇറങ്ങാൻ പോവുകയാണ്. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണ് തുറക്കാൻ പറ്റാത്ത ഭയങ്കര വെയിലും ചൂടും, എല്ലാവരും വളരെ ക്ഷീണിതരായിപ്പോയി. എന്ന് വെച്ചാൽ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷെ വെയിലിൻ്റെ ചൂട് കടുത്ത ചൂടാണ്. ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബലിയിടാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ്. ഒന്ന് മുങ്ങിയെന്ന് വരുത്തി തല. ഞങ്ങളുടെ യാത്രയ്ക്ക് ഇടയിൽ ഒരു കുട്ടിയും അതിൻ്റെ അപ്പൂപ്പനും ഉണ്ടായിരുന്നു. അപ്പം ആ കുട്ടി എൻ്റെ കൂടെ നടക്കുമായിരുന്നു. എല്ലാവരുടെ കൂടെ ഭയങ്കര മിടുക്കനാണ്. എല്ലാവരും ഇണങ്ങി വലിയ സ്നേഹത്തിലെല്ലാവരും. നല്ലൊരു വിവരമുള്ള കൊച്ചു കുട്ടിയാണെങ്കിലും നല്ല വിവരമുള്ള കുട്ടിയാണ്. അപ്പോൾ അവർ ഭയങ്കര പനിയായിപ്പോയി. അവന് ഈ ഐസ്ക്രീമും അതും ഇതൊക്കെ അവൻ്റെ അച്ചച്ചൻ മേടിച്ചു കൊടുത്തു. ആ സന്തോഷത്തിലെല്ലാം കഴിച്ചു. ആശാന് പനി പിടിച്ചു, ഛർദിയിലായി. ഇങ്ങനെ എന്നിട്ടും വന്നു ഗംഗയിൽ കുളിച്ചൊക്കെ മിടുക്കണേ. അപ്പോൾ അതിന് നനഞ്ഞ ഭയങ്കര കട്ടിയുള്ള ഉടുപ്പാണ് ഇട്ടിരുന്നത്. അപ്പം ഞാനതുകൊണ്ട് ആ ഉടുപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞ് കൊടുത്തു, ബോട്ടിലിട്ട് ഉണക്കിയെടുത്തു. നമുക്ക് നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, അത് തന്നെയുള്ളൂ. യാത്രയുടെ കുറച്ച് വിവരണങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ അല്ലേ. അതായത് നമ്മുടെ ഗംഗാസ്നാനമൊക്കെ കേട്ടോ, നല്ല രസമാണ് ഗംഗയിൽ കുളിക്കാൻ. പക്ഷെ എനിക്ക് ഈ മുങ്ങി കുളിക്കാനുള്ള പേടി കാരണം ഞാൻ ആദ്യം ഇത്രയും അങ്ങനെ മുങ്ങി. അത് കഴിഞ്ഞ് ഞാൻ തല ഇങ്ങനെ നനച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു. കാരണം എനിക്ക് ഈ തല ഇങ്ങനെ മുക്കിയെടുക്കാൻ ഭയങ്കര പേടി വെള്ളത്തിൽ. പക്ഷെ വെള്ളം ഇത്രയേ ഉള്ളൂ, എന്തായാലും എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ വെള്ളത്തിൽ അങ്ങനെ മുങ്ങി ശീലമില്ല എനിക്ക്. അപ്പം നാട്ടിലാണെങ്കിൽ പുഴയിലൊക്കെ പോയാലും കപ്പിൽ പോയി കുളിക്കുന്ന ആളാണ് ഞാൻ. ഭയങ്കര പേടിയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുങ്ങി കുളിച്ചില്ല. പക്ഷെ മുങ്ങി കുളിക്കണം, 3 പ്രാവശ്യം മുങ്ങണം എന്നാണ് ഈ ബലിയിടുന്നതിന്. അപ്പം ഞാൻ 3 പ്രാവശ്യം മുങ്ങി. ഇവിടെ ഇത്രയും മുങ്ങിയിട്ട് പിന്നെ തല ഇങ്ങനെ മുക്കിയിട്ട് പിന്നെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു. പക്ഷെ മുങ്ങി കുളിച്ചത് പോലെ തന്നെയാണ്. അപ്പം അങ്ങനെ കുറച്ച് സംഭവം. പിന്നെ അവിടെ വെച്ച് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ കൂടെ ആ കൂട്ടം നമ്മളൊരു 20 പേരുണ്ടായിരുന്നു. അപ്പോഴത്തെ കൊച്ചു കുട്ടിയുണ്ടായിരുന്നു. അവരാണ് എൻ്റെ കൂടെ നടന്നത്. എനിക്ക് കൊച്ചുമകൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുമകനെ പോലെ കൊണ്ടു നടക്കുമായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ട്. പിന്നെയുള്ള കഥകളൊക്കെ നമുക്ക് കാണാം. എല്ലാവരും ഇത് കണ്ടിട്ട് പറയണം കേട്ടോ, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കാശി യാത്ര എന്ന്. അപ്പോൾ അടുത്ത ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.